സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലെയ്ത്തിനെ പറ്റിയാണ്. ലെയ്ത്തിൻ്റെ പാർട്സ്, ലെയ്ത്തിൻ്റെ അക്സസറീസ്, ഇത്തരത്തിലുള്ള ഡിവൈസസിനെ പറ്റിയാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ലെയ്ത്തിൻ്റെ ലേഔട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ സ്കെച്ച് ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് റഫ് സ്കെച്ചാണ്. എക്സാക്റ്റ് ലെയ്ത്തുമായിട്ട് കമ്പയർ ചെയ്ത് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു ബേസിക് പാർട്സൊക്കെ ആയിട്ട് ഞാൻ വരച്ചേക്കുവാണ്, സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പം നമ്മൾ മെയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് എക്സ്ട്രാ ചെറിയ ചെറിയ പാർട്സോ കാര്യങ്ങളൊക്കെ വരാം. ജനറലി ഒരു ഔട്ട്ലൈൻ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചേക്കുന്ന ഒരു ലേഔട്ടാണ്. സിമ്പിൾ റഫ് സ്കെച്ച് പോലെ വരച്ചേക്കുന്നതാണ് ഈ ഇതിൽ മാർക്ക് ചെയ്തേക്കുന്ന ലെയ്ത്തും അതിൻ്റെ പാർട്സും. അപ്പം നമുക്ക് ലെയ്ത്ത് നമുക്ക് ബേസിക്കലി അറിയാം. നമ്മൾ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഷോപ്പിൽ അല്ലെങ്കിൽ ഷോപ്പ് ഫ്ലോറിലും മറ്റും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെഷീനിങ് ഓപ്പറേറ്റേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ലെയ്ത്ത്. അപ്പോൾ നിങ്ങൾ വർക്ക്ഷോപ്പിൽ ബിടെക്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലാബിലും മറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി ലാബിലും ഒക്കെ കണ്ട് പരിചയപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ നടത്തിയ ഒരു ഡിവൈസാണ് ഈ പറയുന്ന നമ്മുടെ ലെയ്ത്ത് ഓർ സെൻട്രൽ ലെയ്ത്ത് എന്ന് പറയും. അപ്പോൾ അതിന് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്ത് പരിചയമുള്ളവർ കാണാം. നമ്മൾ കട്ടിങ് ഓപ്പറേഷൻസൊക്കെ, അതായത് നമ്മൾ ഈ ടേപ്പ് ചിപ്പ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു കട്ടിങ് വർക്ക് പീസൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ മെറ്റൽ റിമൂവൽ പ്രോസസ്സൊക്കെ തുടക്കത്തിലേ പരിചയിച്ച ഒരു മെഷീനാണ് ഈ പറയുന്ന ലെയ്ത്ത് മെഷീൻ. നല്ല വിലയാവും, 10-15 ലക്ഷം രൂപയൊക്കെ, 10-20 ലക്ഷം രൂപയൊക്കെ വരും നല്ല മെഷീൻസ്. അതിൻ്റെ കപ്പാസിറ്റി മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് സൈസും ഒക്കെ, സെൻട്രൽ ഡിസ്റ്റൻസും സ്വിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ. അപ്പം അത് യൂസ് ചെയ്യുന്ന മെക്കാനിസംസ് ഒക്കെ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള നമുക്ക് CNC ലെയ്ത്ത്, അത് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുത്താൽ മതി, മെഷീൻ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തിക്കോളും. അപ്പം ഇതൊക്കെ വെച്ച് മാനുവലി ഫീഡിങ് ലെയ്ത്തിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ വ്യൂ കിട്ടിയല്ലോ എന്താണ് ലെയ്ത്ത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മെഷീൻ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ HS ടൂളും കട്ടിങ് ടൂളും ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മൈൽഡ് സ്റ്റീലിൻ്റെ ഒരു MS ബാറൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അത് പല രൂപത്തിലുള്ള ജോമെട്രീസ്, സ്റ്റെപ്പ് ടേണിങ്, ടേപ്പർ ടേണിങ്, ചാംഫറിങ്, അങ്ങനത്തെ പല ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ കൗണ്ടർ സ്റ്റിച്ചിങ്, ഇത് ഓപ്പറേഷൻസൊക്കെ നിങ്ങൾ ഈ ലെയ്ത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഓവറോൾ പാർട്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെയ്ത്തിൽ തന്നെ പല ടൈപ്പ് ലെയ്ത്ത്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു കുറച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് ഈസ് സ്പീഡ് ലെയ്ത്ത്, സെക്കൻഡ് ഈസ് എഞ്ചിൻ ലെയ്ത്ത്, തേർഡ് ഈസ് ബെഞ്ച് ലെയ്ത്ത്, അതിന് ടർണ്ടാണ് കപ്സാൻ ലെയ്ത്ത്, CNC ലെയ്ത്ത്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു മേജർ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, ഈ സ്പീഡ് ലെയ്ത്താണ് നമ്മൾ ഒരു ഫസ്റ്റ് ഒരു കാറ്റഗറി വരും. ഇതിന് പ്രത്യേകം എന്ന് വെച്ചാൽ കോൺപുള്ളി മെക്കാനിസം ഒക്കെ വെച്ച് ഒരു പവർ ഡ്രൈവിംഗ് സോഴ്സ് ഉണ്ട്, ഒരു ഡ്രൈവിംഗ് സോഴ്സ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ റൊട്ടേറ്റിംഗ് എലമെൻറ്റ് നമുക്ക് ചക്കെന്ന് പറയും. ഹെഡ് സ്റ്റോക്കിലുള്ള ചക്കിലാണ് നമ്മൾ ഈ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് എലമെൻറ്റൊക്കെ കറക്കണമെങ്കിൽ നമ്മൾ ഈ DC മോട്ടറൊക്കെ മോട്ടർ പവർ എന്താണ് സോഴ്സിങ് ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആക്സിസുമായിട്ടൊക്കെ. ഓക്കെ, അതാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൽ ചെറിയ മോഡൽ ലെയ്ത്തുകളൊക്കെ, ബെഞ്ച് ലെയ്ത്തുകളൊക്കെ നമുക്ക് മാനുവലി ഹൈ സ്പീഡിലൊക്കെ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജനറലി നമ്മൾ ഈ പറയുന്ന സ്പീഡ് ലെയ്ത്തും ഒക്കെ എന്താണ് പവർ സോഴ്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, അതിന് മെക്കാനിസം പലതുണ്ട്. ഈ ഫീഡിങ് മെക്കാനിസം ഒക്കെ, അത് പവർ ഡ്രൈവിംഗ് മെക്കാനിസം. ഈ സ്പീഡ് ലെയ്ത്തിലൊക്കെ കൂടുതൽ നമ്മൾ ഗിയർ ഒന്നും യൂസ് ചെയ്യാറില്ല. യൂഷ്വലി സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി, ബെൽറ്റൊക്കെ ഇട്ടുള്ള കണക്ഷൻസ് ആയിരിക്കും. അത് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് സ്പീഡ് റിഡക്ഷനും അല്ലെങ്കിൽ സ്പീഡ് കൂട്ടണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്കതിൽ ചെയ്യും. അതിലാണ് നമ്മൾ ഈ സ്പീഡ് ലെയ്ത്ത് യൂസ് ചെയ്യുന്നത്. എഞ്ചിൻ ലെയ്ത്ത് വരുമ്പോൾ അത് കോൺ പുള്ളി മെക്കാനിസവും വരാം. അതുപോലെ തന്നെ ഗിയർ ലെയ്ത്താണ് ഈ പറയുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ തിരിച്ച് പല ഗിയറിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പീഡ് റിഡക്ഷൻ, സ്പീഡ് കൂട്ടാൻ പറ്റും. അതുപോലെ തിരിച്ച് എന്ത് ചെയ്യാം, സ്പീഡ് നമുക്ക് കുറയ്ക്കാനും പറ്റും. അതിന് മൂന്നാമത്തെ ബെഞ്ച് ലെയ്ത്ത് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ടുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഇത് ബെഞ്ച് ലെയ്ത്ത്. ഓക്കെ, അതാണ് ഇവിടെ എത്തിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ് ടററ്റ് ലെയ്ത്ത് ആൻഡ് കപ്സ്റ്റാൻ ലെയ്ത്ത്, വിച്ച് ഹാവിങ് മൾട്ടിപ്പിൾ ടൂൾ ഹോൾഡറിങ് കപ്പാസിറ്റി. പല രീതിയിൽ കട്ടിങ് ടൂൾസ് വെച്ചിട്ട് പല ഡയറക്ഷനിലുള്ള പ്രൊഡക്ഷൻ മെഷീനിങ് ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ടർട്ട് കപ്സ്റ്റാൻ ലെയ്ത്ത് ഒന്നും അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും ബിടെക് സിലബസ് ഒന്നും പഠിക്കാനില്ല. പക്ഷേ ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് ഒരു ജനറൽ ഔട്ട്ലൈൻ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതൊക്കെ ചില യൂണിവേഴ്സിറ്റി സിലബസിലൊക്കെ ഉണ്ട്. അത് എന്നിരുന്നാലും അതൊരു ഫീച്ചർ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൂൾ ഹോൾഡേഴ്സും മൾട്ടിപ്പിൾ ടൂൾ എന്താ ഹോൾഡിംഗ് കപ്പാസിറ്റിയൊക്കെയാണ് ഈ ടർണ്ട് ആൻഡ് കപ്സ്റ്റാൻ ലെയ്ത്തിൻ്റെ ഒരു പ്രത്യേകത. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളത് നമ്മൾ ഈ പറയുന്നത് എന്താണ്, CNC ലെയ്ത്ത്, ദാറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ ലെയ്ത്ത്. അതിൽ എന്താണ് CNC ഓപ്പറേഷൻസ് നമ്മൾ വെച്ചാൽ പ്രോഗ്രാമിംഗ്. നിങ്ങൾ പാർട്ട് പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിലൊക്കെ. ഓക്കെ, ഈ പാർട്ട് പ്രോഗ്രാമിംഗിൽ നമ്മൾ പർട്ടിക്കുലർ മെഷീനിങ് ഓപ്പറേഷൻ നമ്മൾ സെറ്റ് ചെയ്യും, എന്നാൽ നമ്മളത് ഫീഡ് ചെയ്ത് കൊടുക്കും. അപ്പം ആ ഫീഡ് ചെയ്ത ഓപ്പറേഷൻ അനുസൃതമായിട്ട് എന്ത് ചെയ്യും, കട്ടിങ് ടൂൾസും മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് പീസിന് ചുറ്റും എന്താണ് ഈ മെഷീനിങ് ഓപ്പറേഷൻ നടത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടും, റിക്വയർഡ് ഷേപ്പിലുള്ള വർക്ക് പീസ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അത് അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ഡിവൈസാണ് CNC ലെയ്ത്ത്. ഇപ്പം കൂടുതലും നല്ല ഫാസ്റ്റസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്, CNC ലെയ്ത്താണ്. ഈ സെൻട്രൽ ലെയ്ത്തിലും മറ്റിലൊക്കെ അത്യാവശ്യം സ്കില്ലൊക്കെ വേണം.
ചില കണ്ടിട്ടില്ലേ നല്ല ബോളും ടേപ്പർ അടിക്കുന്ന നല്ല ഫിനിഷ് സ്മൂത്തായിട്ട് മെഷീൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സർഫസ് ഫിനിഷൊക്കെ അവിടെ ബെറ്ററാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീഡും ഡെപ്ത് ഓഫ് കട്ടും അങ്ങനെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന സ്മൂത്ത് സർഫസ് ഫിനിഷൊക്കെ. ചിലതൊക്കെ വർക്ക് പീസൊക്കെ കണ്ടില്ലേ പൂച്ച മാന്തികളൊക്കെ ഇങ്ങനെ ടോപ്പ് സൈഡൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും അങ്ങനെയല്ല വേണ്ടുന്ന ഒരു സ്മൂത്ത് ഫിനിഷ് അതിൽ വേണം. അപ്പോൾ നിങ്ങൾ കോളേജിലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് ടോപ്പ് സർഫസൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പം ആ ഒരു സ്കിൽ ഓഫ് ദ വർക്കറിന് ഒരു സ്കില്ലും കൂടെ വേണം ഇത്തരത്തിലുള്ള ഫൈനൽ ഫിനിഷിങ്ങിന്. മാനുവൽ ഓപ്പറേറ്റിംഗ് ലേത്തിലൊക്കെ എഞ്ചിൻ ലേത്തിലും അതുപോലത്തെ ഡിവൈസിലൊക്കെ സെൻട്രൽ ലേത്തിലൊക്കെ മാനുവൽ ഓപ്പറേറ്റഡ് ഓപ്പറേഷൻ ആണെങ്കിൽ കുറച്ച് സ്കില്ലും വേണം. ഓക്കെ, ഈ ടർണർ എന്നൊക്കെ ഓരോ പോസ്റ്റുകളുണ്ട്, ട്രേഡ്സ്മാൻ ടർണർ. അപ്പോൾ ടർണറൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി നല്ല ഇതുണ്ട്, ക്യാപ്പബിലിറ്റി ഉണ്ട്, നല്ല രീതിയിൽ അവർ പ്രൊഡക്ഷൻ മെഷീനിങ് ഓപ്പറേഷൻസ് ഫിനിഷ് ചെയ്യാനുള്ള ഇത് കുറച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, ലേത്തൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ലേത്തിൻ്റെ ബേസിക് പാർട്സ് എന്തൊക്കെയാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ലേത്തിൻ്റെ ബേസിക് 2 സെക്ഷനായിട്ടുള്ളത് നമ്മൾ പറയുന്നത് നിങ്ങൾ കാണാം. ഇപ്പോൾ ഇതൊരു ബേസ്മെൻ്റ് ഉണ്ട്. ബേസ്മെൻറ്റ് മേലായിട്ടൊരു തട്ടിലായിട്ടാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്, നമ്മുടെ ലെയ്ത്തിൻ്റെ ഒരു ഹെവി സ്ട്രക്ചർ വെച്ചേക്കുന്നത്. മാസീവ് സാധനമാണ്, കണ്ടിട്ടുള്ള കാരണം ഹെവി സൈസും ലെങ്ത്തും ഒക്കെ ഉള്ള വീതിയൊക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ബേസ്മെൻറ്റിൻ്റെ പുറത്താക്കി വരുന്നത്. പിന്നെ നമുക്കൊരു ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ബേസ്മെൻറ്റുകളാണ്. അപ്പോൾ ഇത് നമ്മൾ ഫൗണ്ടേഷൻ ബോൾട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക, തറയിൽ നല്ല ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കി വെച്ചേക്കുക ടു പ്രിവെൻറ്റ് വൈബ്രേഷൻ ആകുമ്പോൾ നമ്മൾ വെക്കാം, ചിലയിടത്തൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ കാരണം നല്ല RPM ആയിരിക്കും ചക്കും മറ്റു മെഷീൻ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ചാൻസ് വൈബ്രേഷൻ ഉണ്ട്, അത് നേരെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇത് വെച്ചേക്കുവാണ്. അപ്പം അതൊരു പ്രത്യേകത, ഫൗണ്ടേഷൻ ബോൾട്ട് യൂസ് ചെയ്താണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന് ബേസ്മെൻ്റ് ഉണ്ട്. ബേസ്മെൻറ്റിൻ്റെ ലെയ്ത്തിന് ടോപ്പായിട്ട് ലെയ്ത്തിനായിട്ട് അടിയിലായിട്ട് ബേസ്മെൻറ്റായിട്ട് ഒരു പോർഷൻ ഉണ്ട്, അതിനെ പറഞ്ഞാൽ ലെയ്ത്ത് ബെഡ് എന്ന് പറയും. പിന്നെ അതിന് 2 പോർഷൻ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റിലുമായിട്ട്. ഇതിന് മെയിൻ 2 പോർഷൻസ് ആണ് മറന്നു വരുന്നത്. ഫസ്റ്റ് ഈസ് ദ ഹെഡ് സ്റ്റോക്ക് ആൻഡ് സെക്കൻഡ് ഈസ് ദ ടെയിൽ സ്റ്റോക്ക്. ഓക്കെ, ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കുക. ഹെഡ് സ്റ്റോക്ക് ഈസ ഈ ഭാഗത്ത് ഒരു പോർഷനാണ്. അപ്പോൾ ഹെഡ് സ്റ്റോക്കിൻ്റെ ഭാഗത്തായിട്ടാണ് പവർ സോഴ്സിങ് ഡിവൈസസ് ഒക്കെ ഇരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഗിയർ മെക്കാനിസംസും പുള്ളീസും അതുപോലെ തന്നെ സ്പിൻഡിലും. അപ്പോൾ അതിൽ നിന്നൊക്കെ പവർ നേരെ വന്ന് കയറുന്നത് സ്പിൻഡിലോട്ട്. ഓക്കെ, സ്പിൻഡിൽ നിന്നാണ് നേരെ ചക്കിലോട്ട് കയറുന്നത്. അപ്പം ഈ റൊട്ടേറ്റിംഗ് എലമെൻറ്റിനെ പറയുകയാണ് ചക്കെന്ന് പറയും. ഇവിടെ കണ്ട് CHUCK, ദാറ്റ് ഈസ് ചക്ക്. ചക്ക് ഈസ് എ റൊട്ടേറ്റിംഗ് എലമെൻറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, വർക്ക് പീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് പീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഇവിടെ ഈ ഹെഡ് സെൻറ്ററിലുള്ള ഹെഡ് സ്റ്റോക്കിലുള്ള ചക്കിലാണ്. അപ്പോൾ ചക്കിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമുക്കിനി പഠിക്കാനുണ്ട്. പല ടൈപ്പ് ചക്കുണ്ട്, 3 ജാ ചക്ക്, 4 ജാ ചക്ക്, അതിന് സെൽഫ് സെൻറ്ററിങ് ചക്ക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിൽ അല്ലെങ്കിൽ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ചങ്ങനെ ജാസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയാണ്, പരീക്ഷയ്ക്ക് നിങ്ങൾ ബിടെക് ചെയ്ത് ഇങ്ങനെ 3 ജാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്കായിരിക്കും നിങ്ങൾ എന്തിരിക്കുന്നത്, വർക്ക് പീസ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ചക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏത് ഭാഗത്ത് ഇരിക്കുന്നത്, ദാറ്റ് ഈസ് എ പൊസിഷൻ ഓഫ് ഹെഡ് സ്റ്റോക്ക്. അപ്പോൾ ചക്ക് ഹെഡ് സ്റ്റോക്ക് ബന്ധപ്പെട്ട ചെറിയൊരു ആക്സിസ് ഒരു മെറ്റാലിക് റോഡുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് സ്പിൻഡിൽ. അപ്പോൾ ഇവിടെ നിന്നാണ് പവർ ട്രാൻസ്മിഷൻ നടന്ന് ചക്കിലേക്ക് എന്ത് പോകുന്നത്, പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പവർ ഫീഡ് ബോക്സ് ഉണ്ട്. ഈ ഫീഡ് ബോക്സിൽ നമ്മൾ ഗിയറിൻ്റെ സ്പീഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതപ്പോൾ ചേഞ്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചക്കിൻ്റെ RPM കൂട്ടുകയും ചക്കിൻ്റെ RPM കുറയുകയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇവിടുത്തെ ഈ റൈറ്റ് ഭാഗത്തായിട്ട് വരുന്ന പോർഷനാണ് ടെയിൽ സ്റ്റോക്ക്. അപ്പോൾ ടെയിൽ സ്റ്റോക്കിൽ കണ്ടോ ഒരു ഡെഡ് സെൻറ്റർ ഭാഗത്തായിട്ട് റൈറ്റ് ഭാഗത്തേക്ക് വരുന്ന പോർഷനാണ് ഡെഡ് സെൻറ്റർ. അതിലൊരു മെയിൻ പോർഷനാണ് ടെയിൽ സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ ഈ പോർഷൻ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരും, ഓർമ്മ കാണും. പിന്നെ പ്രത്യേകിച്ച് ലെങ്തി വർക്ക് പീസൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ, ആ തരത്തിലുള്ള കുറച്ചും കൂടി നല്ല ഹെവി വർക്ക് പീസൊക്കെ ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ലേറ്റ്സൊക്കെ കൊണ്ട് നീങ്ങിയിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനത്തെ പർപ്പസിന് പിന്നെ ചെറിയ ഡ്രില്ലും മറ്റു കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ വെച്ചുള്ള പല പർപ്പസസ് ഇതിനുണ്ട്. ടെയിൽ സ്റ്റോക്കൊക്കെ ഉണ്ട്, ടെയിൽ സ്റ്റോക്കിന് ഉണ്ട്. നമ്മൾ ചെറിയ വർക്ക് പീസൊക്കെ വെക്കുന്നത് നമ്മൾ ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് മുട്ടിക്കാറില്ല. ഇങ്ങനെ കൊണ്ട് മുടിച്ചത് ഇങ്ങനെ ആയിരിക്കും, ടെയിൽ സ്റ്റോക്ക് ഇങ്ങനെ നീളത്തിൽ കൊണ്ടുവെക്കും. ഇതിങ്ങനെ ഇവിടെ ചെറിയൊരു ഇതുപോലെ ഹോൾ ഇടും. കൗണ്ടർ സിങ്കിങ്, കൗണ്ടർ ബോറിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിനൊരു പ്രോസസ്സാണ് കൗണ്ടർ സിങ്കിങ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത ശേഷം ഇതിലിങ്ങനെ ഇട്ടിട്ട് സ്ലോട്ടിലേക്ക് എന്ത് ചെയ്യും, ഇതിന് ഷാർപ്പ് അടിച്ച് കയറ്റി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ കറങ്ങും. ഓക്കെ, നമ്മുടെ വർക്ക് പീസ് ഇതാണ് MS മൈൽസിലെ വർക്ക് പീസാണ് ഇത്. നമ്മളതിൻ്റെ ഈ ടൂൾ ഹോൾഡർ ഉണ്ട്, കാണാനുണ്ടോ, ഇതൊക്കെ കട്ടിങ് ടൂൾ ഹോൾഡ് ചെയ്യുന്ന ഇത്ര ഒരു മെക്കാനിസം. ഇതിൻ്റെ ക്രോസ് സ്ലൈഡ് എന്ന് പറയും. ഇതിൻ്റെ ടോപ്പിലായിട്ട് ടൂൾ ഹോൾഡറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതങ്ങോട്ട് ലൂസാക്കിയിട്ട് സ്ക്രൂ ഒക്കെ ലൂസാക്കിയിട്ട് നമുക്ക് കട്ടിങ് ടൂൾ, നിങ്ങൾ കണ്ടിട്ടുള്ള ഏതിലെ കട്ടിങ് ടൂള് അതെ ഇങ്ങനെ ഇരിക്കും, അതാണ്ട് ഇതുപോലെ ചെറിയ ഇതായിട്ട് ഇരിക്കും കട്ടിങ് ടൂള്. ഓക്കെ, ഇത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ പിടിപ്പിക്കും, ടൈറ്റ് ആക്കും, അല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ആക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മെല്ലെ ഫീഡ് കൊടുക്കും. ഓക്കെ, ഈ ചെറിയ ഇത് കണ്ടോ ഹോൾഡ്, ഇത് വെച്ച് ഹാൻഡിൽ വെച്ചിട്ട് സർക്കുലർ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ഫീൽഡ് കൊടുക്കും. അപ്പം ഈ ഒരു മൂവിങ് ഇതിനെ പറയുന്നത് അപ്രോൺ എന്ന് പറയും.
ദാറ്റ് ഈസ് നോൺ ആസ് അപ്രോൺ. അപ്രോണിൻ്റെ ടോപ്പിലാണ് ക്രോസ് ലൈഡ്സ് ഉള്ളത്. അതൊരു എച്ച് ഷേപ്പ് ഒരു സാധനമാണ് ക്രോസ് ലൈഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ആ മോഷനായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഫീഡ് കൊടുക്കണം. ഇവിടെ ചെറിയ രീതിയിലുള്ള ടോപ്പിലായിട്ട് ചെറിയ കാസ്റ്റ് ചെയ്യേണ്ട പീസൊക്കെ ഞാനീ പറഞ്ഞ ഐറ്റംസൊക്കെ ചെറിയ മാർക്കിങ്സ് ഒക്കെ ഉണ്ട്, എത്ര ഡിഗ്രി ഇങ്ങനെ തിരിക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ടാപ്പർട്ടിങ് ആംഗിളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പോർഷനെ പറയുകയാണ് അപ്രോൺ. അതിന് ടോപ്പിലായിട്ട് ക്രോസ് ലൈഡ് ഉണ്ട്. ക്രോസ് ലൈഡിൻ്റെ ഭാഗത്താണ് ടൂൾ ഹോൾഡർ മറ്റു കാര്യങ്ങളും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞുള്ള ഹെഡ് സ്റ്റോക്കിൽ നമുക്കുള്ളത് സ്പിൻഡിൽ ആൻഡ് വിത്ത് ആ ഹെഡ് സ്റ്റോക്കിന് വെറും ലൈഫ് സെൻറ്റർ, അതാണ് ചക്കിൻ്റെ ഭാഗം വരുന്നത്, ചക്കിൻ്റെ ഒരു കാര്യം. പിന്നെ ഡെസ്റ്റ് സെൻറ്റർ വരുന്നത് നമുക്ക് മെയിനായിട്ടുള്ള ടെയിൽ സ്റ്റോക്ക്, പിന്നെ ഈ പറഞ്ഞ ടൂൾ ഹോൾഡർ ആൻഡ് ക്രോസ് ലൈഡ്സ്, പിന്നെ അപ്രോൺ. ഇത്രയാണ് ഒരു സെറ്റായിട്ട് വരിക. പിന്നെ താഴത്തുള്ള ഫീഡ് മെക്കാനിക്സും ഉണ്ട്, ഇത് അങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ഫീഡ് മെക്കാനിസം. പിന്നെന്താണ് ഈ സ്ക്രൂ കട്ടിങ്, ത്രെഡ് കട്ടിങ് ആയിട്ടുള്ള ലീഡ് സ്ക്രൂ മെക്കാനിസം. ലീഡ് സ്ക്രൂ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ത്രെഡ് ആക്മേ ത്രെഡാണെന്നും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു അടിയിലായിട്ട് വരുന്ന പോർഷനാണ് ഈ ഫീഡ് ഷാഫ്റ്റ് എന്തിരിക്കുന്നത്, ലീഡ് സ്ക്രൂ ഒക്കെ അറ്റാച്ച് അല്ലെങ്കിൽ അസംബിൾ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ മെയിൻ ഫീഡിങ് മെക്കാനിസം. ഇത്രയാണ് ജനറൽ ഒരു ഔട്ട്ലൈനായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ലെയ്ത്തിൻ്റെ ഒരു എക്സ്റ്റേണൽ വ്യൂവിൽ നമുക്ക് പറയാൻ പറ്റിയത് ഇത്രയും ബേസായിട്ടുള്ള കാര്യങ്ങൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ പാർട്സിനും കുറേ ഫീച്ചറൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞാൽ ഈ പറഞ്ഞ ചക്ക് നമ്മൾ 3 ജാ ചക്ക് 4 ജാ ചക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ലെയ്ത്തിന് ബെഡ് ഉണ്ടായിരിക്കുന്ന യൂഷ്വലി ഉണ്ടായിരിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ അത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ലെയ്ത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ബേസിക് പാർട്സും അതുണ്ടാക്കുന്ന മെറ്റീരിയൽസും അതിൻ്റെ ബേസിക് ഫങ്ഷൻസും ഒക്കെ. അപ്പോൾ ഞാൻ ഈ സ്കെച്ച് വരച്ചതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ലെയ്ത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ജനറൽ ഔട്ട്ലൈൻ, ഈ പാർട്സ് എന്തൊക്കെ എവിടൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊരു ഔട്ട്ലൈൻ സ്കെച്ച് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം പാർട്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് എന്തിൽ നിന്ന് കിട്ടും, ഈ ഒരു സ്കെച്ചിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ബേസ്മെൻറ്റ്, അതുപോലെ ലെയ്ത്ത് ബെഡ്, ഫീഡ് ബോക്സ്, പിന്നെ ലീഡ് സ്ക്രൂ ആൻഡ് ദർ ഇസ് എ ഫീഡ് ഷാഫ്റ്റ് ആൻഡ് ദെൻ ദർ ഇസ് എ അപ്രോൺ ഇൻ വിച്ച് ദർ ഇസ് എ ക്രോസ് ലൈഡ് ആൻഡ് ടൂൾ ഹോൾഡർ യുവർ അസംബ്ലി. ദെൻ ദർ ഇസ് എ എന്താണ് സ്പിൻഡിൽ വിത്ത് ചക്ക് വിത്ത് സ്പിൻഡിൽ. ഓക്കെ, ചക്കിൻ്റെ ടൈപ്സ് 3 ജാ ചക്ക്, 4 ജാ ചക്ക്, സബ്സ്റ്റാൻഡ് ചക്ക്, അങ്ങനത്തെ ഓരോ ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. PSC ഒക്കെ ചോദിക്കുന്നതാണ്. അല്ലെ ഈ ലീഡ് സ്ക്രൂവിൻ്റെ ത്രെഡ് ഏതാണ്, ആക്മേ ത്രെഡാണ്. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ബെഡ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ MCQ ക്വസ്റ്റ്യനായിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.